ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. അങ്ങനെ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞ് വേണുവേട്ടനും രാജുവും രാധമ്മയും പ്രിയയെല്ലാം കൂടെ വീട്ടിലോട്ട് തിരിച്ചു വന്നിരിക്കുവാണ്. രാധമ്മ രാജുവിനോട് പറയുന്നു, മോനവിടെ നിൽക്ക്, ദൃഷ്ടിദോഷം കാണും. വേണുവേട്ടനും പറയാം, ശരിയാ, അത്രയും വലിയ ചടങ്ങല്ലേ അവിടെ നടന്നത്, എല്ലാവരുടെയും ദൃഷ്ടി മോനെ നിന്റെ മുഖത്തായിരുന്നു, അതുകൊണ്ട് ഉറപ്പായിട്ടും മോനെ ദൃഷ്ടിദോഷം കാണും. പ്രിയ അത് ഏറ്റുപിടിക്കുന്നുണ്ട്. ശരിയാ, ഓരോരുത്തരുടെ നോട്ടം കാണാം, അസൂയ. അങ്ങനെ നമ്മുടെ രാധമ്മ ആരതി തട്ടൊക്കെ കൊണ്ടുവന്ന് രാജുവിനെ ആരതിയൊക്കെ ഒഴിയുവാണ്. വേണുവേട്ടൻ രാജുവിനോട് പറഞ്ഞു, മോനെ ചെറിയ വീടൊക്കെയാ, ഇത്രയൊക്കെ സൗകര്യങ്ങളൊക്കെ ഉള്ളു. അന്നത്തെ ഇരുത്തിക്കാടിലെ വീടേ 1 വർഷം കഴിഞ്ഞപ്പോഴങ്ങ് വിട്ട്, പിന്നീടാണ് ഈ വീടെടുത്തത്. പൊങ്ങച്ചക്കാരിയായ പ്രിയ പറയാ, അയ്യോ ഈ ചെറിയ വീട്ടിൽ എങ്ങനെ ഇനി രാജു താമസിക്കും? 24 അവേഴ്സും സെൻട്രലൈസ്ഡ് AC കഴിഞ്ഞതല്ലേ എൻ്റെ അനിയൻ. അച്ഛാ, നമുക്ക് അതുകൊണ്ട് ഹോട്ടലിൽ ഒരു റൂം ബുക്ക് ചെയ്താലോ? രാജു ചോദിക്കാം, എന്താ ചേച്ചി ഇത്? ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ VIP ആണോ? അത് പറ്റില്ല രാജു, നീ ഇപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും VIP തന്നെ. അച്ഛാ, അച്ഛൻ റൂം ഒന്ന് ബുക്ക് ചെയ്തേ. അച്ഛാ, ചേച്ചി അങ്ങനെയൊക്കെ പറയും, അച്ഛനൊന്നും ചെയ്യല്ലേ. എനിക്ക് പ്രിയപ്പെട്ട സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ അച്ഛനും അമ്മയും നിങ്ങളും ഒക്കെ ഉള്ളിടവാ. എടാ രാജു, ഈ റൂമിനകത്തൊക്കെ വലിയ ചൂടാ. റൂമിലുള്ള ഫാൻ ഉണ്ടല്ലോ, അത് മില്ലിനേക്കാളും കഷ്ടമാ അതിൻ്റെ ശബ്ദം. അതുകൊണ്ട് നിനക്ക് ഹോട്ടലിൽ ഒരു റൂം ബുക്ക് ചെയ്യാം. നിനക്കിനി ഒറ്റയ്ക്ക് താമസിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലേ ഞങ്ങളും കൂടി വന്ന് താമസിക്കാം. അമ്പടി കള്ളി. പ്രിയയുടെ കൊച്ചു കള്ളത്തരം കണ്ടിട്ട് രാജുവും വേണുവേട്ടനും അങ്ങ് ചിരിക്കുക. അമ്പടി, അപ്പൊ ഇതിനായിരുന്നോ നിന്റെ ഈ കള്ളത്തരമൊക്കെ? എൻ്റെ മോളെ, കാള വാല് പൊക്കിയപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. രാജു പറയാം, ചേച്ചി പറഞ്ഞ ഒരു കാര്യം ശരിയാ, അത് ഞാൻ കണക്കിലെടുത്തിരിക്കുന്നു. ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു വീട്ടിൽ താമസിച്ചാൽ പറ്റില്ല. കൊട്ടാരം പോലുള്ളൊരു വലിയ വീട്ടിലോട്ട് എൻ്റെ അച്ഛനെയും അമ്മയെയും ചേച്ചിയെയും അളിയനെയും ശ്രീമോളെയും എല്ലാവരെയും ഞാൻ കൊണ്ടുപോകും. സാധാരണക്കാരിലും സാധാരണക്കാരനായ നമ്മുടെ വേണുവേട്ടൻ പറയാം, മോനെ കൊട്ടാരം പോലത്തെ വീടൊന്നും വേണ്ട, ഒരു വീട് നമുക്ക് അത്യാവശ്യമാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് രാധമ്മ ഒന്നും മിണ്ടാതെ നിൽക്കുക. പ്രിയ ചോദിക്കുക, അമ്മ എന്താ ഒരുമാതിരി തീ പിടിച്ച ആത്മാവിനെ പോലെ? മോനെ കണ്ടപ്പോഴത്തേക്ക് കിളി പോയോ? ഞാനേ എൻ്റെ മോനെ എന്തുവാ കൊടുക്കണ്ടേന്ന് ആലോചിക്കുക. അയ്യോ എൻ്റെ പൊന്നമ്മേ, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും വേണ്ട. അമ്മയുടെ കൈ കൊണ്ട് ഒരു കപ്പ് ചായ, അല്ലെങ്കിൽ അതും വേണ്ട, അമ്മ എൻ്റെ അടുത്ത് വന്നൊന്ന് ഇരുന്നാൽ മതി. എൻ്റെ അമ്മ ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞ് രാജു രാധമ്മയെ പിടിച്ചിങ്ങനെ അടുത്തിരുത്തുവാണ്. എൻ്റെ പൊന്നുമോനെ, എത്ര നേരം വേണമെങ്കിലും എൻ്റെ പൊന്നുമോൻ്റെ അടുത്ത് അമ്മ ഇങ്ങനെ ഇരിക്കാമല്ലോ. അമ്മയുടെ ആഗ്രഹവും അതുതന്നെയല്ലേ. നിങ്ങളെയൊക്കെ എത്ര പാടുപെട്ടാ ഞാൻ മിസ് ചെയ്തെന്നറിയോ? എത്ര പാടുപെട്ടാ ഞാനൊന്ന് ഉറങ്ങിയെന്ന് നിങ്ങൾക്കറിയാവോ? എനിക്ക് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടി ഇങ്ങനെ ഇരുന്നാൽ മതി, അതിനപ്പുറം ഒരു സമാധാനം എനിക്ക് വേറെ ഇല്ല. എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് എന്തൊരു ഉറപ്പാണെന്നറിയാവോ? അവിടേക്ക് പോയപ്പോൾ എൻ്റെ മനസ്സിൽ ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ആ ലക്ഷ്യങ്ങളെയൊക്കെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാതിരുന്നത്. അതുമാത്രമല്ല, വരാൻ പറ്റുന്ന ഒരു സാഹചര്യവും ആയിരുന്നുമില്ല. വേണുവേട്ടൻ ചോദിക്കാം, അല്ലടാ മോനെ, നീ അവിടെ പറഞ്ഞല്ലോ കേരളത്തിലോട്ട് ഇപ്പോൾ വരാനൊരു കാരണമുണ്ടെന്ന്. അതേച്ചാ, ഒരു കാരണമുണ്ട്. അതൊരു ചെറിയ കാരണമൊന്നും അല്ലച്ചാ. ആ കാരണത്തിനൊരു പക വീട്ടലിൻ്റെ സുഖമുണ്ട്. ഒരിക്കൽ നമ്മളെ എല്ലാവരെയും അപമാനിച്ചിറക്കി വിട്ട ഇടത്തേക്ക് എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും അവിടേക്ക് കൊണ്ടുപോകണം. എവിടേക്കാ മോനെ? അച്ഛാ, അച്ഛൻ്റെ ആ ചോദ്യത്തിനുള്ള മറുപടി ഞാൻ നാളെ പറയാം. അമ്മ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നേ, എനിക്കൊരു ചായ എടുത്തതാ. അങ്ങനെ അമ്മയും മോനും അടുക്കളയിലോട്ട് പോവുക. വേണുവേട്ടൻ ആകെ ചിന്താക്കുഴപ്പത്തിലായി. ഇവൻ ഇനി എന്താ പറഞ്ഞത്? ആരുടെ വീടിൻ്റെ കാര്യമാ? പ്രതാപവർമ്മ സാറിൻ്റെ വീടാണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുവാണ് നമ്മുടെ വേണുവേട്ടൻ. ആളുകളുടെ മുന്നിൽ നിന്ന് ഇറക്കി വിട്ട നന്ദനയും ദീപക്കും ഒരിടത്തു നിന്ന് സംസാരിക്കുക. അവൾ ആകെ ദേഷ്യത്തിലാണ്. എന്നാലും ഞെട്ടിച്ചു കളഞ്ഞല്ലോ അവൻ്റെ ആ വരവ്. കോളേജ് ക്യാമ്പസിൽ വെച്ച് അവൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എൻ്റെ കർണത്തടിച്ച് എല്ലാം നാണം കെടുത്തി അവനിട്ട് ഞാൻ കൊടുത്തതാ ഒരു ഉഗ്രനൊരു പണി. അവനെയും അവളെയും തമ്മിൽ തെറ്റിച്ച് ദീപുവിൻ്റെ അമ്മയുടെ അനുഗ്രഹത്തോടെ 2 കുടുംബങ്ങളെയും തമ്മിൽ തല്ലിച്ച് പറഞ്ഞു വിട്ടതാ. എന്നിട്ട് അവൻ പോയി വലിയ കോടീശ്വരനായിട്ട് തിരിച്ചു വന്നിരിക്കുന്നു. ദീപു, ഇത് വലിയ ഡേഞ്ചറാ. ഇത് ഞാൻ എങ്ങനെ സഹിക്കും ദീപു? നന്ദു, അവനെൻ്റെ മുഖ്യ ശത്രുവാ. അപ്പോൾ എനിക്കുമില്ലേ അവനോട് ദേഷ്യം? കണ്ടില്ലേ, ബിസിനസ് സാമ്രാജ്യത്തിൽ അവൻ്റെ പേര് RVM. അത് നന്ദുവിന് മനസ്സിലായില്ലേ? രാജു വേണുഗോപാൽ മഠത്തിൽ. അതും പോരാഞ്ഞിട്ട് RR എന്നും പറഞ്ഞ അവൻ്റെ ഒരു കമ്പനി. അവൾക്ക് തീരെ പറ്റുന്നില്ല. അവൾ ദേഷ്യം കൊണ്ട് തിളച്ച് മറിയുക. ആ പെങ്കോൻ തൻ ദീപക്ക് പറയാം, നന്ദു, ഇനി അവനെ നമുക്ക് തൊടാൻ പോലും പറ്റില്ല. അവനിപ്പോൾ കിരീടം വെക്കാത്ത രാജാവാണ്. ഇനി അവൻ്റെ പരിസരത്ത് പോലും നമുക്ക് അടുക്കാൻ പറ്റില്ല. അവൻ്റെ എസ്കോട്ട്സായിട്ട് നിൽക്കുന്ന കണ്ടോ, ബ്ലാക്ക് കാറ്റ്സാ. അങ്ങോട്ടങ്ങനെ അടുത്താലേ അവന്മാർ നമ്മുടെ എല്ലൊടിച്ച് കളയും. എനിക്ക് എൻ്റെ ദേഷ്യം അടക്കാൻ പറ്റുന്നില്ല ദീപു.
അങ്ങനെ പറയാതെ നന്ദു, നീ കൂൾ ഡൗൺ ആകണം. ഇനി അതല്ലാതെ നമുക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഇനി ദീപു അവൻ ഋതികേട്ടങ്ങാണോ അടുക്കുവോ? അത് ഇമ്പോസിബിൾ. ഒരിക്കലും അത് മാത്രം ഉണ്ടാവില്ല. മുറിവേറ്റി പിടഞ്ഞ് ഇറങ്ങിപ്പോയത് അവനും അവന്റെ കുടുംബവും ഇവിടുന്ന്. ഒരിക്കലും രാജുവിനി അവളെയോ അവളുള്ള പരിസരത്തോ തിരിഞ്ഞു നോക്കില്ല. അത് ശരിയാ ദീപു പറഞ്ഞത്. അവളല്ലേ അവനെ ഇൻസൾട്ട് ചെയ്തത്. അവന്റെ ഹൃദയത്തിലിട്ടല്ലേ ഋതിക ആഞ്ഞു തൊഴിച്ചത്. നിനക്ക് ഭർത്താവിനെ വേണോ അച്ഛനെ വേണോ എന്ന് ചോദിച്ചപ്പോൾ അവൾ എന്താ പറഞ്ഞത്? ഭർത്താവിനെ വേണ്ട, അച്ഛനെ മതിയെന്ന്. ഇതൊക്കെ ഏത് പുരുഷനാ സഹിക്കുന്നത്? അപ്പൊ നിന്റെ അടുത്ത് സഹിച്ചോണ്ട് നിൽക്കുന്നവൻ ആരാടി? പുരുഷനല്ലേ അതോ ആണും പെണ്ണും കെട്ടവനാണോ? എന്റെ നന്ദു, അതല്ലേ ഞാൻ പറഞ്ഞത്. ഒരു കാരണവശാലും രാജു അവൾക്ക് മാപ്പ് കൊടുക്കില്ലെന്ന്. ദീപു, ഞാനൊരു കാര്യം പറയാം. അതായത് രാജു കോടീശ്വരനായിട്ട് തിരിച്ചു വന്നത് ഋതികയോ വല്യമ്മാവനോ നമ്മുടെ വീട്ടിലുള്ള ആരും അറിയാൻ പാടില്ല. ഞാൻ ആരോടും പറയില്ല നന്ദു. ആ സമയത്ത് നന്ദനയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. നന്ദന മേഡം അല്ലയോ? ഞാൻ വസ്തു ബ്രോക്കർ രാമകൃഷ്ണനാ. എന്റെ നമ്പർ സേവ് ചെയ്തില്ലായിരുന്നോ? വീട് വാങ്ങിക്കാൻ ഒരു ഉഗ്രൻ പാർട്ടി വന്നിട്ടുണ്ട്. ഞാനേ വില അല്പം കയറ്റി അങ്ങ് വെച്ചിട്ടുണ്ട്. പിന്നൊരു കാര്യം, എനിക്ക് കമ്മീഷൻ കൂടുതൽ തരണം. അതിനെന്താ? അതൊക്കെ ഞാൻ തരാം. താൻ വേഗം ആളെയും കൊണ്ടുവാ. അതിനെന്താ? ഉടനെ ഞാൻ വന്നേക്കാം. ഇവു വീട് ഉടനെ വിറ്റിട്ടേ രാജു ഇല്ലാത്ത സ്ഥലത്തോട്ട് എല്ലാത്തിനെയും മാറ്റിയില്ലെങ്കിലേ സംഗതി അപകടമാ. അങ്ങനെ ബ്രോക്കർ പറഞ്ഞ ആളുകൾ വീട് കാണാൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടോ? ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും ഭംഗിയുണ്ട്. ഞങ്ങൾ ഉദ്ദേശിച്ച എല്ലാ സൗകര്യമുണ്ട്. അംബിക അവിടെ നിന്ന് ഇതെല്ലാം കേൾക്കുക. രാമകൃഷ്ണൻ അങ്ങനെ ഒരു കാര്യമേറ്റാല. ഞാൻ ആരെയും പറ്റിക്കത്തില്ല. കൊല്ലം 10-20 ഞാൻ ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട്. സത്യസന്ധതയാണ് എൻ്റെ മൂലധനം. നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഇത്രയും സൗകര്യമുള്ള വസ്തുവും വീടും വേറെ എങ്ങും ഉണ്ടാവില്ല. വാസ്തുപ്രകാരം നിർമ്മിച്ച വീടാ. ചുറ്റും പച്ചപ്പും കുടിക്കാൻ നല്ല ഒന്നാന്തരം കിണർ വെള്ളവും പൈപ്പ് കണക്ഷൻ വേറെയും ഉണ്ട്. എന്നാലും കിണറ്റിൽ നിന്ന് കണ്ണുനീര് പോലെ വരുന്ന ആ നീരുറവയുണ്ടല്ലോ, അത് കുടിക്കാനുള്ള ഭാഗ്യമൊന്നും ഇപ്പോൾ ആർക്കും കിട്ടാറില്ല, പ്രത്യേകിച്ച് നഗരങ്ങളിലുള്ള വീടുകളിൽ. പക്ഷെ അതുണ്ടല്ലോ ഈ വീട്ടിൽ കിട്ടും. അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്. വീട് വാങ്ങിക്കാൻ വന്നവൻ ചോദിക്കുന്നു, ഈ വീടിന് എത്ര കാലത്തെ പഴക്കമുണ്ട്? ഒരു 18, അതിൽ കൂടുതലൊന്നും ഉണ്ടാവില്ല. ഇനിയും ഒരു 100 വർഷം സുഖമായിട്ട് ജീവിക്കാം ഇതിൽ. അയ്യോ, വീട് മാത്രം പോരാ, ഞങ്ങൾക്ക് ഈ ഫർണിച്ചേഴ്സും വേണം. അതിനെന്താ? അതും തരുമല്ലോ അല്ലേ മാഡം? നന്ദന പറയാം, വീടും ഇതിലുള്ള സാധനങ്ങൾ ഉൾപ്പെടെയാണ് കച്ചവടം ചെയ്യുന്നത്. അംബിക മനസ്സിൽ പറയാം, ഇവളിത് എന്തിന്റെ പുറപ്പാടാ ഈശ്വര? ഇതെല്ലാം ഋതിയെ ഒരു ഭാഗത്തു നിന്നിങ്ങനെ മിണ്ടാതെ കേൾക്കുക. അംബിക മനസ്സ് നൊന്തുകൊണ്ട് പറയുക, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശാപവാ ഇവളെ എനിക്ക് മരുമകളായിട്ട് കിട്ടിയത്. ഇപ്പോഴാണോടി നീ അറിഞ്ഞത്? ഇവളെ കൊണ്ടുവരാൻ നീ കളിച്ച നാടകമെന്ന് ഓർത്ത് നോക്കിക്കേ. അപ്പോൾ മാഡം, ഇവർക്കല്പം തിരക്കുണ്ട്, നമുക്ക് കാര്യത്തിലോട്ട് കടന്നാലോ? ദീപു, അഗ്രിമെന്റിങ് എടുക്ക്. അങ്ങനെ ദീപക്കിന്റെ കയ്യിൽ നിന്ന് അഗ്രിമെന്റ് വാങ്ങിച്ച് അവളുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് അവൾ പറയുന്നു, നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് ഇതിൽ സൈൻ ചെയ്യും. ഋതിക അപ്പോൾ എളുപ്പം നടന്ന് നന്ദനയുടെ അടുത്തിട്ട് വന്നിട്ട്, നന്ദന ഒന്ന് വരുവോ എന്നും പറഞ്ഞ് അവളെ വിളിച്ചോണ്ട് അകത്തോട്ട് പോവുകയാണ്. ദേഷ്യത്തോടെ ഋതിയോട്, എന്തിനാടി നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? ഋതിക 2 കൈ എടുത്ത് തൊഴുതിട്ട് പറയുന്നു, നന്ദന, ദയവ് ചെയ്ത് ഈ വീട് നീ വിൽക്കരുത്. അഹങ്കാരത്തിന്റെ ഉറവിടമായി അവൾ ചോദിക്കുന്നു, വീട് വിൽക്കരുതെന്നോ? ഇതൊക്കെ പറയാൻ നീ ആരാ? എനിക്കറിയില്ലേടി, അവിടെ നിന്നല്ലേ നീ പറ്റിച്ച് വാങ്ങിച്ചതല്ല. എന്റെ വീട് ഞാൻ വിൽക്കും, ചിലപ്പോൾ ബോംബ് വെച്ച് തകർക്കും. ഏത്, നിന്റെ വീടാണോ ഇത്? നന്ദന പ്ലീസ് നന്ദന, നീ കരയടി. നിന്റെ കരച്ചിൽ കാണുന്നത് എനിക്ക് വലിയ ഇഷ്ടമാ. നീ കരഞ്ഞ സ്ഥിതിക്ക് നിന്റെ കരച്ചിൽ കാണാൻ വേണ്ടി ഞാൻ ഈ വീട് ഇപ്പൊ തന്നെ വിൽക്കും. അത് ഉറപ്പാടി. ഋതിക കരഞ്ഞോണ്ട് പറയാം, എങ്ങനെയായി വീട് നിന്റെ കയ്യിലോട്ട് വന്നതെന്ന് നീ ഒന്ന് ഓർത്ത് നോക്കിയിട്ടുണ്ടോ? അതേടി, എനിക്ക് അതും അറിയാം. എന്റെ കയ്യിലോട്ട് ഞാൻ പോലും അറിയാതെ എന്റെ കയ്യിലോട്ട് വന്നതാ. അതിനെ കാലത്തിന്റെ പകരം വീട്ടലെന്നും പറയും. മനസ്സിലായോ നിനക്ക്? അതായത് ഈ വീട് എന്റെ കൈകളിലോട്ട് വരേണ്ടതാണെന്നും ഇതുപോലെ വിറ്റ് പോവേണ്ടതാണെന്നും. ഈ വീട്ടിലോട്ടൊരു ഫ്രോഡിന്റെ ഭാര്യയായി ഞാൻ കയറി വന്നതേ 3 പേരെ തകർക്കാന്. അതിലാദ്യത്തേത് നിന്റെ ഭർത്താവായിരുന്ന രാജു. അവനെ ഞാൻ നിന്നിൽ നിന്നും അകത്തി പറത്തി വിടുകയും ചെയ്തു. പിന്നെ നീയും നിന്റെ അച്ഛനും എന്റെ അച്ഛന്റെ ആജന്മ ശത്രുക്കൾ. നിങ്ങളെ 2 പേരെയും കൊല്ലാനും ഒന്നും എനിക്ക് ഉദ്ദേശമില്ല. ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് ഉരുക്കി പതുക്കെ പതുക്കെ ആത്മഹത്യയിലോട്ട് കൊണ്ടുവന്ന് എത്തിക്കണം. അതിനുവേണ്ടി തന്നെയാടി ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. മാറി നിക്കടി വഴിന്ന്, എനിക്ക് അഗ്രിമെന്റ് സൈൻ ചെയ്യണം എന്നും പറഞ്ഞ് നന്ദന ഇങ്ങനെ പോവുകയാണ്. ഋതിക അവിടെ നിന്ന് വാവിട്ട് കരയുന്നുണ്ട്. എൻ്റെ വീട്, ഞാൻ ജനിച്ചു വളർന്ന വീട്, എൻ്റെ രാജു ഉണ്ടായിരുന്ന വീട്. അങ്ങനെ വീട് വാങ്ങിക്കാൻ വന്നവർ അഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്യുക. അംബികയുടെ ഹൃദയം പടപടാന്നിടിക്കുന്നു. ഈ സ്വത്തിന് വേണ്ടി എത്ര പേരുടെ ജീവിതമാണ് ഈ കൊടും പാതകി നശിപ്പിച്ചത്. അങ്ങനെ അഗ്രിമെന്റും ഒക്കെ സൈൻ ചെയ്ത് അവർ പോയി. അതിനുശേഷം താണ്ട യാതൊരു ഉളുപ്പുമില്ലാത്ത കാണ്ടാമൃഗത്തിന്റെ തോലിനേക്കാൾ കഷ്ടമുള്ള ആ അംബിക ചിരിച്ചോണ്ട്, ഒരു വളിച്ച ചിരിയും ചിരിച്ചോണ്ട്, മോളെ നന്ദനെ, ഇനി നമ്മളെല്ലാവരും കൂടെ മോടെ ബംഗ്ലാവിലല്ലേ താമസിക്കാൻ പോകുന്നത്?
അല്ല, ഞാനും ദീപവും മാത്രമേ ഇപ്പൊ ബംഗ്ലാവിലോട്ട് പോകുന്നുള്ളൂ. ഇവിടെ കുറച്ച് വർക്ക് നടക്കുന്നുണ്ട്, അതുകൊണ്ട് എല്ലാവർക്കും കൂടെ താമസിക്കാനുള്ള സൗകര്യമൊന്നും അവിടെ ഇല്ല എന്ന് കരുതി നിങ്ങൾ വിഷമിക്കേണ്ട. വീട് വാങ്ങിയവർ ചെറിയൊരു ഔദാര്യം ചെയ്തിട്ടുണ്ട്. പുതിയൊരു വീട് വാങ്ങുന്നത് വരെ ഇവിടുത്തെ ഔട്ട് ഹൗസിൽ താമസിച്ചോളാൻ അവരൊരു അനുവാദം തന്നിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം എല്ലാവർക്കും അങ്ങോട്ട് പോകാൻ. അപ്പൊ നന്ദനയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. ആങ്ങളയോട് എന്തൊരു സ്നേഹമുള്ള ഒരു പെങ്ങളാ, അവിടെ ഒരു അഭിനയം. എടാ ദീപക്കെ, പ്രതാപൻ ഇവിടെ ഇല്ലാത്തത് നന്നായി, അല്ലെങ്കിൽ അവന്റെ ചങ്ക് തളർന്നു പോയാന്. അവന്റെ ജീവിതം തകർത്ത നിനക്ക് എന്തിനാടി അവന്റെ ചങ്കിനി തകർന്നാല്? എടാ ദീപക്കെ, പ്രതാപൻ ഇത്രയും വലിയ വീട്ടിൽ താമസിച്ചിട്ട് എങ്ങനെയാ ഔട്ട് ഹൗസിൽ പോയി താമസിക്കുന്നത്? മോനെ, നീ ഒന്ന് അവളോട് ചെന്ന് പറ, നമുക്ക് എല്ലാവർക്കും കൂടെ ബംഗ്ലാവിൽ പോയി താമസിക്കാം. അമ്മേ, നന്ദു പറഞ്ഞ അമ്മ കേട്ടില്ലേ? അവിടെ പണി നടക്കുവാണെന്ന്. എടാ പൊട്ട, അതൊക്കെ നമ്മളെ ഒഴിവാക്കാൻ വേണ്ടി അവളുടെ ഓരോ അടവാ. നീ ചെന്നൊന്നും പറയടാ. എനിക്കങ്ങും പറ്റില്ല, അമ്മയ്ക്ക് വേണമെങ്കിൽ ചെന്ന് പറ. അങ്ങനെ തന്നെ വേണവടാ മോനെ. സകല സ്വത്തുക്കളും പിടിച്ചു പറിച്ച് മകനെ മഹാരാജാവാക്കാനിരുന്നതല്ലേ നീ? അനുഭവിക്കടി. അമ്മയല്ലേ എല്ലാം വരുത്തി വെച്ചത്. അവളുടെ ഒരു ഭർത്താവെന്നും പറഞ്ഞ് നടക്കുന്നു. എനിക്കല്ലേ അതിന്റെ ബുദ്ധിമുട്ട് അറിയാവൂ. അമ്മയൊന്ന് പൊയ്ക്കേ, ഞാനൊന്ന് ജീവിച്ച് പൊയ്ക്കോട്ടെ. നന്ദന വന്നിട്ട് ചോദിക്കുക, എന്താ അമ്മയമ്മോനോട് രഹസ്യം പറച്ചില്? അതല്ല മോളെ, പ്രതാപൻ ഇത്രയും വലിയ വീട്ടിൽ താമസിച്ചിട്ട് പെട്ടെന്ന് ഔട്ട് ഹൗസിലോട്ട് മാറ്റുന്നത് എങ്ങനെയാ? വല്യമ്മാവൻ കാരണം എൻ്റെ അച്ഛനെ ജയിലിലെ ഒരു മുറിക്കുള്ളിലാ കിടക്കുന്നത്. അത് വെച്ച് നോക്കുവാണെങ്കിൽ ഔട്ട് ഹൗസ് കൊട്ടാരമല്ലേ? ഇനി അത് തീരെ ചെറുതാണെങ്കിലോ, സൗകര്യങ്ങൾ തീരെ കുറവാണെങ്കിലോ വേറെ വിശാലമായ സ്ഥലങ്ങളുണ്ട്. റെയിൽവേ പുറമ്പോക്ക്, ബസ് സ്റ്റാൻഡ്, അവിടെയൊക്കെ ഇഷ്ടംപോലെ പാവങ്ങളും ഉണ്ട്. വല്യമ്മാവന് വേണമെങ്കിൽ അവരെയൊക്കെ സഹായിക്കുകയും ചെയ്യാം. വലിയ മനസ്സുള്ള ആളല്ലേ ദീപു. ദീപു ഇങ്ങോട്ട് വന്നേ. ഋതിക കരഞ്ഞുകൊണ്ട് അവിടെ ബെഡ്റൂമിൽ വന്ന് രാജുവൊത്തുള്ള ജീവിതം ഓർക്കുവാണ്. രണ്ടുപേരും ഓടിച്ചാടി കളിച്ചതും അവരുടെ പ്രണയ സല്ലാപങ്ങളും അത് ഓർത്തിട്ട് അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഋതിക കരഞ്ഞുകൊണ്ട് ഒരു ബാഗ് എടുത്ത് അവിടെ തുണിയൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്യുവാണ്. കബോർഡിലിരുന്ന രാജുവിന്റെ ഋതികയുടെ വിവാഹ ഫോട്ടോ അതവൾക്ക് കണ്ടിട്ട് സഹിക്കുന്നില്ല. പൊട്ടിക്കരയുവാണ് ആ ഫോട്ടോയും നോക്കി. അങ്ങനെ ഋതിക അവളുടെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് മുറി അടച്ച് വെളിയിൽ നിന്ന് ഇങ്ങനെ കരയുക. ആ വീട് വാങ്ങിക്കാൻ വന്ന ആൾക്കാർ രാജി വിട്ടതാണ്. അവരങ്ങനെ അഗ്രിമെന്റും മുന്നാധാരവും പിന്നാധാരവും അങ്ങനെയൊക്കെയുള്ള കുറെ പ്രമാണങ്ങളെല്ലാം രാജുവിന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. രജിസ്ട്രേഷൻ സംബന്ധിച്ച് എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞു സാറേ എന്നിങ്ങനെ അവരും പറയുന്നു. ആ വീടും വസ്തു ഇപ്പൊ സാറിന്റെ പേരിലാണ്, സെയിൽ ഡീലാണ്. ഇനി പൊസിഷൻ സർട്ടിഫിക്കറ്റും ലാൻഡ് ടാക്സും അടച്ചാൽ മാത്രം മതി. അതൊക്കെ നമുക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് പുറകെ ചെയ്യാം. അപ്പോഴെല്ലാം ഓക്കെ, ഇനി ഓഫീസിൽ വെച്ച് കാണാം സാറേ എന്ന് പറഞ്ഞ് അവർ യാത്ര പറഞ്ഞ് പോവുകയാണ്. അപ്പോഴങ്ങോട്ട് വേണുവേട്ടനും രാധമ്മയും പ്രിയയും വരിക. വേണുവേട്ടൻ ചോദിക്കുക, മോനെ ആ വന്നതൊക്കെ ആരൊക്കെ? അതൊക്കെ ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീട്ടിൽ നിന്നും നമ്മളെ ആ വീട്ടുകാരെല്ലാരും ചേർന്ന് അപമാനിച്ചടിച്ചിറക്കി വിട്ടു. പണക്കാരനല്ലാതായി പോയി എന്നത് നമ്മൾ ചെയ്ത കുറ്റം. പാവപ്പെട്ടവരെന്ന പേരിലായിരുന്നു നമ്മൾ ഇത്രയും നാളും നാണം കെട്ടതും നമ്മളെ അവർ നാണം കെടുത്തിയതും. കീറി മുറിക്കപ്പെട്ട മനസ്സോടെ തകർന്ന നമ്മളെല്ലാവരും എന്നാ പടി കടന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത്. ഇതൊക്കെ അവസാനിച്ചില്ലേ മോനെ? അതൊക്കെ അങ്ങ് വിട്ടുകളാ. അതെല്ലാം അവസാനിച്ചാ. പക്ഷെ ഞാൻ അവിടെ നിന്നും ആരംഭിച്ചു. ഞാൻ അങ്ങനെ ആരംഭിച്ചത് കൊണ്ടായിരിക്കാം ദൈവം നാണ്ട ഇതെന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നത്. അതമ്മ ചോദിക്കുക, മോൻ എന്തൊക്കെയായി പറഞ്ഞു വരുന്നേ? ഞങ്ങൾക്കാർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. അമ്മ ആ കൈ ഇങ്ങോട്ട് നീട്ടിക്ക്. ആദ്യം ഇത് പ്രാർത്ഥനയോടെ അങ്ങോട്ട് വാങ്ങിക്ക്. കൊട്ടാരം പോലൊരു വീടും അതിരിക്കുന്ന ഒരു പറമ്പും ഞാൻ വിലയ്ക്ക് വാങ്ങിയതിന്റെ ആധാരമാണിത്. ഇതൊന്നല്ല, ഇതുപോലത്തെ ഒരു 9 വീട് വാങ്ങിക്കാനുള്ള സ്ഥിതി ഇന്നെനിക്കുണ്ട്. അവരെല്ലാവരും സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ഈ വീട് തന്നെ ആദ്യം എൻ്റെ കയ്യിലോട്ട് വന്ന് ചേർന്നതേ ദൈവത്തിൻ്റെ ഒരു മാജിക്കാണ്. ഞാൻ വിലയ്ക്ക് വാങ്ങിച്ച ഈ വീട് ആരുടേതാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് സങ്കല്പിക്കാവോ? ഒന്നും അറിയാതെ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക. പ്രതാപവർമ്മ സാറിന്റെ ബംഗ്ലാവ് വിറ്റു. ആ വീട് ഇടനിലക്കാരായ ബിനാമികളെ വെച്ചിട്ട് ഞാനതങ്ങ് വിലയ്ക്ക് വാങ്ങിച്ചു. രാധമ്മയുടെ മുഖത്തെ ഒരു സന്തോഷം, പ്രിയേ അത് തന്നെ. വേണുവേട്ടൻ്റെ മുഖത്ത് സങ്കടമുണ്ട്, സന്തോഷമുണ്ട്. അമ്മേ, ആ വീടിപ്പം നമ്മുടേതാ. അതിൻ്റെ ആധാരമാണ് ഇപ്പം അമ്മയുടെ കയ്യിൽ ഈ ഇരിക്കുന്നത്. വിശ്വസിക്കാനാകാതെ രാധമ്മ, എൻ്റെ പൊന്നുമോനെ നീ എന്തൊക്കെയായി പറയുന്നത്? അമ്മേ, ഞാൻ പറയുന്നത് സത്യമാണ് സത്യം. സങ്കടത്തോടെ വേണുവേട്ടൻ ചോദിക്കുന്നു, എടാ മോനെ, അപ്പോൾ വർമ്മ സാറിനും കുടുംബത്തിനും എന്തു പറ്റി? മുഴുവനായിട്ടൊന്നും എനിക്കറിയില്ലച്ചാ, എന്നാലും കടം കയറിയിട്ടായിരിക്കുമല്ലോ, അതുകൊണ്ടായിരിക്കുമല്ലോ വീടും സ്ഥലമൊക്കെ വിറ്റത്. പ്രിയ ചിരിച്ചോണ്ട് പറയാം, അപ്പൊ വർമ്മ സാറും കുടുംബവും കുത്തുപാളയെടുത്തു. ഇത് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിലേ കണ്ണം ചിരട്ടെ അവർക്ക് കൊണ്ടുപോയി കൊടുത്തേനെ. വേണ്ട പ്രിയേ, നീ ഒരുപാട് അഹങ്കരിക്കല്ലേ. നിനക്ക് കുറച്ച് അഹങ്കാരം കൂടുതലുണ്ട്. അവർക്ക് അങ്ങനെ തന്നെ വേണം. അമ്മ ഓർക്കുന്നുണ്ടോ അന്ന് അവിടെ അവരെല്ലാരും കൂടി നമ്മുടെ നേരെ കാട്ടിക്കൂട്ടിയത്? നമ്മളെയും നമ്മുടെ ചെറുക്കനെയും അവർ നാണം കെടുത്തിയത്? പക്ഷെ എന്തൊക്കെയായാലും വേണുവേട്ടൻ്റെ മുഖത്ത് വലിയ സന്തോഷമില്ല.
ആ മുഖത്തൊരു മൗനമുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, കാലം കണക്ക് ചോദിക്കുമെന്ന് പറഞ്ഞത് എത്ര കൃത്യമായി. ആ വീടും പറമ്പും വസ്തുവും എല്ലാം ഇന്ന് ആരുടെ കയ്യിലാണ്? രാജുവിൻ്റെയും വേണുവേട്ടൻ്റെയൊക്കെ കയ്യിൽ. ദരിദ്രവാസികൾ, തെണ്ടിപ്പട്ടികൾ എന്തൊക്കെ വിളിച്ച് അവരെ ആക്ഷേപിച്ചാണ് ആ വീടിൻ്റെ പടിയിൽ നിന്ന് അവരെ അടിച്ചിറക്കി വിട്ടത്. ഇന്ന് അവരാരാണ്? ഇന്ന് രാജുവും കുടുംബം ഏത് ലെവലിലാണ്? അടിച്ചിറക്കിയ വിട്ടവരോ നടുറോഡിലും ആയി. ഇതാണ് ഈശ്വര നിശ്ചയം. സത്യവും ന്യായവും ഉള്ളിടത്ത് ഈശ്വരൻ നിൽക്കൂ എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇനി രാജുവും കുടുംബവും പ്രതാപവർമ്മയുടെ വീട്ടിലോട്ട് പോകുമോ? അതിന് മുമ്പ് തന്നെ അവർ ഔട്ട് ഹൗസിലോട്ട് മാറുമോ? എന്തായിരിക്കും രാജുവിനെ കാണുമ്പോൾ അവരുടെ പ്രതികരണം? ഋതികയും രാജുവും തമ്മിൽ സംസാരിക്കുമോ? പ്രതാപൻ മാപ്പ് ചോദിക്കുമോ? ആരോടൊക്കെ ക്ഷമിച്ചാലും രാജുവും കുടുംബവും അംബികയ്ക്ക് മാപ്പ് കൊടുക്കുമോ? രാജു അംബികയെ അവിടെ നടിച്ചിറക്കുമോ എന്നൊക്കെ അറിയാൻ നമുക്ക് നാളത്തെ റിവ്യൂ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.